ഷൂട്ട് വളരെ സ്മൂത്തായിട്ട് പോയൊരു ഷൂട്ടായിരുന്നു. ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസിൻ്റെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസുകൾ ഒഴിച്ച് അതിനകത്ത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ റിലീസിനോടനുബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് ഒരു എയർപോർട്ടിൽ ആരോ വന്നിറങ്ങുന്ന ഒരു സീക്വൻസ് എന്തുകൊണ്ട് എനിക്കൊന്ന് രാജൻ ബി ദേവാണ്. രാജൻ ബി ദേവ് അതിനകത്ത് വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിൽ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പം നമ്മൾ എയർപോർട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ എയർപോർട്ടൊന്നും ഒന്ന് പോയി അങ്ങ് ഷൂട്ട് ചെയ്യത്തൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു നമുക്കൊരു അറൈവൽ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചാൽ സരിത സവിത തിയേറ്റർ നമുക്ക് എയർപോർട്ടിൻ്റെ ഒരു പോർഷൻ ആക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അങ്ങനെ ആക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നു. വണ്ടി വന്ന് കയറുന്നതും അവരെന്തോ ഇറങ്ങി വരുന്നതും മാത്രമേ ഉള്ളൂ. ബോർഡ് വെച്ചിട്ട് ബാക്കി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് വെച്ചത്. അങ്ങനെ ഇൻ്റർവെല്ലിൽ വളരെ ക്രിട്ടിക്കൽ സീനാണത്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. നമുക്ക് കണ്ടു നോക്കിയപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷേ കുഴപ്പം വന്നാൽ അവിടെ അല്ല. ആ പടം റിലീസ് ചെയ്തത് സരിത സവിത തിയേറ്ററിലാണ്. ഞാൻ ഇൻ്റർവെൽ വരെ എനിക്കൊന്നും തോന്നിയില്ല. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് അറൈവൽ എന്ന് പറഞ്ഞ് കാണിച്ച സരിത സവിത തിയേറ്ററിൻ്റെ കോറിഡോറാണ്. ആ തിയേറ്ററിലിരിക്കുന്ന മൊത്തം ആൾക്കാരും ഒരൊറ്റ കൂവ് ഞെട്ടിത്തരിച്ചു പോയി. ഇത്ര ജീവിതത്തിൽ സിനിമാ ചരിത്രത്തിൽ ഞെട്ടിയിട്ടില്ല. വേറെ തിയേറ്ററിൽ അതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവിടുന്ന് കാറ് കയറി വരുന്നതും കാർ ഇറങ്ങിപ്പോകുന്നതും അറൈവൽ എന്നുള്ള ബോർഡ് കാണിക്കുന്നതും പോലെ കൂവി തകർത്ത് കളഞ്ഞു ഇൻ്റർവെല്ലിന്. മറ്റ് തിയേറ്ററിൽ അതൊന്നും എഫക്റ്റ് ചെയ്തില്ല. ഇതെന്നെ ഭയങ്കരമായിട്ട് നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു ഉദാഹരണമായിരുന്നു അതിനകത്തെ ആ കൂവെന്ന് പറയുന്നത്. അതുമാതിരി തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ട് പിന്നെ അതിനകത്തുള്ളൊരു ഷൂട്ടിൻ്റെ ഒരു സ്ഥലത്ത് വന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാട്ടിൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഡേറ്റ്സൊക്കെ ക്ലാഷായി. ഇന്നസെൻ്റ് ഏട്ടൻ വേറെ ഏതോ ഒരു പടത്തിൽ കാലിക്കട്ട് അഭിനയിക്കുകയാണ്. അപ്പം കാലിക്കട്ട് പോയിട്ട് ഇവർ മക്കളും അച്ഛനും തമ്മിലുള്ളൊരു പാട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫറൂഖ് പാലത്തിൻ്റെ ഒരു ചെറിയ പാലം, പഴയ പാലം നിൽക്കുന്നില്ല, ആ പഴയ പാലത്തിൽ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്ന് ഇതുമാതിരിയല്ല, ഭയങ്കരമായിട്ട് ആളം കൂടും. ഒരു 11 മണിക്ക് ശേഷമാണ് ലൈറ്റ് ചെയ്ത് ഈ ലൈറ്റൊക്കെ കെട്ടിയപ്പോൾ മുതൽ ആളങ്ങോട്ട് കൂടി തുടങ്ങി. ആൾ കൂടുമ്പോഴെന്ന് വെച്ചാൽ ഇപ്പുറത്തെ പാലത്തിൻ്റെ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആവുകയാണ്. ട്രാഫിക് ബ്ലോക്കായ ആളെന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് അടി വീടി ബഹളം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ന്യൂസ് കേൾക്കുന്നതെന്ന് വെച്ചാൽ ഒരു പയ്യൻ താഴെ വീണു എന്നുള്ളതാണ് പാലത്തിൽ നിന്ന്. ഈ പയ്യൻ എങ്ങനെ താഴെ വീണു, അവിടെ പൊട്ടുള്ള തടികളുമൊക്കെയാണ്. താഴെ വീണ് അവനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ഭീകര ഒരു ഇഷ്യൂ ആവുകയാണ്. പെട്ടെന്ന് നിൽക്കാൻ പറ്റത്തില്ല, എല്ലാവരും പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ വഴിക്കെല്ലാം ലൈറ്റുമൊക്കെ കയറ്റി നമ്മൾ സ്ഥലം വിട്ടു. പക്ഷേ പിറ്റേന്ന് രാവിലെ മനസ്സിലായി ആ പയ്യൻ വീണിട്ടുള്ള ആ പയ്യൻ ഇറങ്ങി അപ്പുറ വഴിക്ക് പോയി എന്നുള്ളത്. നമ്മൾ പിന്നെ ആ പാട്ട് ഷൂട്ട് ചെയ്ത് ചെന്നൈ വെച്ചിട്ടാണ്. ചെന്നൈ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഉർവശി മാത്രമുള്ളൊരു പാട്ടൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു പടമാണ് ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്നുള്ളത്. അത് നല്ല ഹിറ്റായിട്ട് പോയ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കാണ് ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്. ചില നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ചില ചീത്ത കാര്യങ്ങളൂടെ സംഭവിച്ചു പോകാറുണ്ട്. അങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് സ്ത്രീധനം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തൊരു പടം എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പതുക്കെ പറയാം. അപ്പം സ്ത്രീധനത്തിനെ കുറിച്ച് പറയാം, ആ കഥയിലേക്ക് ലാൻഡ് ചെയ്തതിനെക്കുറിച്ച് പറയാം. ആദ്യം സ്ത്രീധനം അങ്ങനെ കല്ലൂർ ഡെന്നീസിൻ്റെ താവളത്തിൽ നിന്ന് തന്നെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഡെന്നിച്ചാൻ വിളിച്ചു, ഏതോ ഒരു പടം നടക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു, എടോ സ്ത്രീധനം എന്ന് പറഞ്ഞൊരു നോവല് മംഗളത്തിൽ വരുന്നുണ്ട്, അത് സിനിമയാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിജീവി ആയതുകൊണ്ട് ഞാൻ കലാകൗമുദിയും മറ്റേ കഥയും വായിച്ചുകൊണ്ട് നടക്കുന്നൊരു സമയമായതുകൊണ്ട് എനിക്കും കോട്ടയത്തു നിന്ന് ഇറങ്ങുന്ന വീക്കിലുകളിൽ വരുന്ന നോവലുകളോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഞാനത് വായിക്കാറുമില്ല. ഞാനത് വായിക്കുന്നത് മോശമാണെന്ന് സ്വന്തമായിട്ട് തീരുമാനിച്ച് ഉറച്ച ഒരാളായിരുന്നതുകൊണ്ടും എനിക്ക് ആദ്യം അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ ഡെന്നിച്ചാൻ്റെയൊക്കെ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഡെന്നിച്ചാ വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞോട്ടോ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നതാണ്, ജോയ്സി എഴുതുന്നത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുകയും. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു താനെന്നാ ഒരു പണി ഇത് കൊണ്ടൊന്ന് വായിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 ചുമട് ഫോട്ടോ കോപ്പി തരികയും ചെയ്തു. ഞാൻ പറഞ്ഞു ഇതെപ്പോൾ വായിച്ച് തീരാൻ, ഇത് 2 കൊല്ലമായിട്ടെന്താ വന്നുകൊണ്ടിരിക്കുകയാണ് മംഗളത്തിൽ.
ശ്രീധനം എന്നായിരുന്നു അതിൻ്റെ പേരും. അങ്ങനെ ഈ ശ്രീധനം, പിന്നെ എനിക്ക് ഒരു കാര്യം അറിയാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നോവല് അല്ലെങ്കിൽ പ്രിൻ്റഡ് മീഡിയയിൽ വന്നിട്ടുള്ളൊരു സാധനം സിനിമയാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര ദുഷ്കരമായ കാര്യമാണ്. ആൾക്കാർ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടേതായിട്ടുള്ള ഇമാജിനേഷൻ എന്ന് വെച്ചാൽ അവരുടെ ലെവലിൽ നിന്നിട്ടുള്ള ഇമാജിനേഷൻ, അത് ഏത് വിധത്തിലാകാം. ഇമാജിനേഷൻ കൂടിയ ആൾക്കാർ വലുതായിട്ട് ഇമാജിൻ ചെയ്യാം, കുറഞ്ഞവർക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാം, എങ്ങനെയുള്ളൊരു ഇമാജിനേഷൻ ഉണ്ടാവും. ആ ഇമാജിനേഷനിൻ്റെ അത് ഉടച്ച് വാർത്തതാണ് നമ്മൾ പുതിയത് കൊടുക്കേണ്ടത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എവിടെയും ചീറ്റിപ്പോകാനുള്ളൊരു ഏരിയ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നേരത്തെ മുതൽ അറിയാവുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടും ഡെന്നിച്ചാൻ ഇത് തലേ വെച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്ന് നോക്കാം, വായിച്ചു നോക്കാമെന്ന് വെച്ചാൽ ഈ 2 ചുവടുമായിട്ട് ഞാൻ അന്ന് ഡ്രാമ സ്കൂളിൽ നിന്ന് വന്ന അലക്സ് എന്ന് പറയുന്ന ആൾ, ഡെന്നിച്ചാൻ്റെ തന്നെ ഒരാളായിരുന്നു. ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിരുന്നു ഇത് വായിക്കാൻ തന്നെ കുറേ ദിവസങ്ങൾ വേണം. നമ്മൾ ആഴ്ച വന്നിട്ട് വായിക്കുന്ന മാതിരിയല്ല. രാവിലെ പോലെ എണീറ്റിരുന്നിട്ട് വൈകുന്നേരം വരെ വായിക്കുകയും പിറ്റേന്ന് വായിക്കുകയും, ഇത് വായിച്ച് തീരാൻ തന്നെ 2 ആഴ്ചയോളം എടുത്തു. അപ്പോൾ ഡെന്നിച്ചാൻ വന്നിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് ഈസി ആയിരിക്കും എഴുതാൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പുള്ളിക്ക് ഇത് മൊത്തം വായിച്ച് നോക്കണ്ടേ, എഴുതാൻ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വായിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തോന്നിയിട്ടെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ഇതിനൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ നമ്മൾ കഥകളെല്ലാം ഒന്നാണ്, എഴുതപ്പെടുന്ന രീതിക്കാണ് വ്യത്യാസം, വായിക്കുന്ന ആൾക്കാർക്കാണ് വ്യത്യാസം, പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിനാണ് വ്യത്യാസം എന്നെനിക്ക് ചില തോന്നിയതൊക്കെ അതിലൂടെയാണ്. അങ്ങനെ എനിക്ക് അതിനകത്തൊരു ആ കഥയോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായി. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു. ഡെന്നിച്ചാൻ വന്നിരുന്ന അതിനൊരു 1 ലൈനാകും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിനകത്തൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പം ഇതിനകത്ത് തന്നെ ആ വീക്കിലിയിൽ തന്നെ അവർ കൊടുക്കുന്നു, ഇതിന് കാസ്റ്റിങ്ങിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആൾക്കാർ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്ത് ഉർവശിയുടെ പേര് തന്നെയാണ് അതിനകത്ത് മെയിൻ ഹീറോയിനായിട്ടുള്ളത്. ഏറ്റവും ഒരു ക്രൂഷ്യൽ ഏരിയ എന്ന് പറയുന്ന അതിനകത്ത് മെയിൽ ക്യാരക്ടറായിരുന്നു. എന്ന് വെച്ചാൽ ഹീറോ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ല, ഹീറോ എന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ക്യാരക്ടർ ആരായിരിക്കണം എന്നുള്ളതാണ്. അതിലൊരു മെയിൻ ആർട്ടിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ആണത്വമുള്ള ഹീറോ അല്ല അതിനകത്ത്. എന്ന് വെച്ചാൽ അമ്മ പറയുന്നതും ഭാര്യ പറയുന്നതിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് സഫർ ചെയ്യുന്ന ഒരാളാണ് ഇതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ കിട്ടുക ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലാൻഡ് ചെയ്യുന്നത് ജഗദീഷിലേക്കാണ്. അപ്പോൾ ജഗദീഷ് അത് കറക്റ്റായിരുന്നു അത് ചെയ്യാനും, ജഗദീഷ് ഇൻട്രസ്റ്റുമാണ് ചെയ്യാൻ. അങ്ങനെ കാസ്റ്റിങ് നമ്മൾ കറക്റ്റ് ചെയ്തു. മറ്റേത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മീന ചേച്ചിയാണ്, അമ്മായി അമ്മയുടെ ഒരു മെയിൻ ക്യാരക്ടർ വരുന്ന മീന ചേച്ചിയാണ്. പിന്നെ ആർട്ടിസ്റ്റ് ബൈജു ഉണ്ട്, അശോകനുണ്ട്, അങ്ങനെ ഒരു നിര ആൾക്കാരുണ്ട് അതിനകത്ത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു വീട് വേണം. വീട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്. ആ വീട്ടിലാണ് ഫുൾ സീൻ, വീട്ടിനകത്ത് 2-3 സീനേ ഉള്ളൂ പുറത്തെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീട് ഞങ്ങളിട്ട് മുമ്പേ പറഞ്ഞ മാതിരി തന്നെ ഡെന്നിച്ചാൻ്റെ ഏരിയൽ ടെറിട്ടറിയിൽ നിന്ന് ചെയ്യണമല്ലോ. അതിന് എറണാകുളത്ത് തന്നെയാണ് വീട് തപ്പിപ്പിടിക്കുന്നത്. നമ്മൾ എറണാകുളത്തെ വീട് നമ്മൾ തപ്പിപ്പിടിച്ച് കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ മോഡേൺ ബ്രെഡിൻ്റെ ബാക്കിലായിട്ടുള്ളൊരു തറവാടാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. എപ്പോഴും മോഡേൺ ബ്രെഡിൻ്റെ മണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു തറവാട്, കുറച്ച് വാഴയൊക്കെ അപ്പുറയിക്കുന്ന മുമ്പിൽ കുറച്ച് ഏരിയയൊക്കെ ഉള്ളൊരു തറവാട്ടിലേക്ക് നമ്മൾ എക്സാക്റ്റ് ആ തറവാട് തന്നെ പിടിച്ചു. അതിനകത്ത് അധികം വർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, എക്സാക്റ്റ് ആ തറവാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പറഞ്ഞു ഫുൾ ഷൂട്ട് ഇവിടെയാണ്. അവർക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല ആൾക്കാർ. അങ്ങനെ ലൊക്കേഷനൊക്കെ പോയി കണ്ട് പൂജ, രാവിലെ പൂജയായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പോൾ ആ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് പറയുന്നത് അവിടുത്തെ ഒരു അമ്മാവൻ, അപ്പൂപ്പൻ, നല്ല പ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്ക് ആ സമയത്ത് തന്നെ ഒരു നിയർലി 75-80 ഉണ്ട് ആ സമയത്ത് തന്നെ. പുള്ളി നല്ല സ്മാർട്ടായിട്ട് എല്ലായിടയ്ക്കും ഓടുകയാണെന്ന് വർത്തമാനം പറയുന്നു, മീന ചേച്ചിയുടെ വർത്തമാനം പറയുന്നു, ഇവരുടെയൊക്കെ വർത്തമാനം പറയുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടി നടന്ന് പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് മിങ്കിൾ ചെയ്യുകയാണ് എല്ലാത്തിലും. അങ്ങനെ മിങ്കിൾ ചെയ്ത് നടന്ന് ഉച്ചയ്ക്ക് എല്ലാവരുമായിട്ട് ഊണ് കഴിക്കുന്നു പുള്ളി. അന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നത്തെ പ്രധാന ദിവസം എന്ന് പറയുന്നത് അന്ന് പുള്ളിയുടെ ബർത്ത്ഡേയാണ്. അപ്പം
അപ്പം നമ്മൾ തന്നെ അന്ന് പായസമൊക്കെ സെപ്പറേറ്റ് കൊണ്ടുവരാൻ പറയുന്നു, പായസമൊക്കെ കഴിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും കൂട്ടിരുന്നിട്ടാണ് പുള്ളി ഊണ് കഴിക്കുന്നത്. അന്ന് ഊണൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ തന്നെ ഒരു വലിയൊരു കേക്ക് മേടിച്ച്, പുള്ളിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഫുൾ ഷൂട്ട് അവിടെ അല്ലേ, അപ്പോൾ അവരെ കൂടെ ഒന്ന് പാമ്പർ ചെയ്ത് നിർത്തണമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു വലിയ കേക്കൊക്കെ മേടിച്ച് കേക്ക് അവിടെ കട്ട് ചെയ്ത് പുള്ളിക്കും കൊടുക്കുന്നു. പുള്ളി തന്നെ മീനു ചേച്ചിക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി. ഇപ്പം സ്മൂത്തായിട്ട് ഷൂട്ട് പോകുമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു ഫോൺ കോളാണ് വരുന്നത്. അല്ല, അന്ന് രാവിലെ ഇങ്ങോട്ട് എത്തണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അല്ല അതെന്താ നീ ചോദിച്ചാൽ പറഞ്ഞു, നമ്മുടെ അപ്പൂപ്പൻ അസുഖമായി, കുറച്ച് സീരിയസ് ആണ് എന്ന് പറഞ്ഞു. നമ്മൾ ഭയങ്കര ഷോക്കായിപ്പോയി. എങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ചെന്നു. നമ്മളെ സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ ഷൂട്ട് തുടങ്ങിയിട്ട്. ഒത്തിരി ആർട്ടിസ്റ്റുള്ളൊരു പടമല്ലേ, സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ. നമ്മൾ രാവിലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ക്രിട്ടിക്കൽ അവസ്ഥയിലേക്കാണ്. ഹോസ്പിറ്റലാണ്, ICUലാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഷൂട്ട് തുടങ്ങിയില്ല. രാവിലെ നമ്മൾ ലാഗ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ന്യൂസ് എത്തി, പുള്ളി മരിച്ചുപോയി എന്നുള്ള ന്യൂസ് എത്തിയത്. അതൊരു ഭയങ്കര ഷോക്കായിപ്പോയി. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു പടം തുടങ്ങിയ പിറ്റേ ദിവസം ആ മെയിൻ ലൊക്കേഷനിലെ ആൾ മരിച്ചു പോകുക എന്ന് പറയുന്നത്, ആ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനല്ല വേറെ ഇടത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനില്ല. അത് ഭയങ്കര ഷോക്കായിപ്പോയി. എന്ത് ചെയ്യും എന്നറിയത്തില്ല. പിന്നെന്തായാലും അവിടെ ഷൂട്ട് നടക്കത്തില്ല. പാക്കപ്പ് പറഞ്ഞു, എല്ലാവരും പോയി. പുള്ളിയെ അടക്കുന്നിടത്തൊക്കെ ഞങ്ങൾ വന്നു. എന്തായാലും അവിടേക്ക് ചോദിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി, എന്ത് ചെയ്യുമെന്ന്. പിന്നെ ആരെയൊക്കെ കൊണ്ട് പതുക്കെ ചോദിപ്പിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, എന്തായാലും ഇപ്പം നടക്കത്തില്ല എന്ന് പറഞ്ഞു. നമുക്കും അറിയാമല്ലോ നടക്കത്തില്ല എന്ന്. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഉർവശിയൊക്കെ ഭയങ്കര തിരക്കായിട്ടിരിക്കുന്ന സമയം. ആ ദിവസം പോയാൽ പിന്നെ പടമില്ല. എല്ലാവർക്കും അത് തന്നെ, ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ലേ, അവരെല്ലാവരും തിരക്കല്ലേ. അങ്ങനെ പിന്നെ വിചാരിക്കുകയാണ്, എന്നാൽ ഇവരുടെ ഫംഗ്ഷൻ കഴിയട്ടെ. അവർ പറഞ്ഞൊരു 18 ദിവസം കഴിയുമ്പോൾ ഷൂട്ട് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ നല്ല ആൾക്കാരായതുകൊണ്ട്. അല്ലെങ്കിൽ അവിടെ ചെയ്യാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ പറഞ്ഞൊരു 18 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പാക്ക് ചെയ്ത് 18 ദിവസം കഴിഞ്ഞിട്ട് അത് അവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചില കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ വന്ന്, ചിലപ്പോൾ ആ പുള്ളിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ആ പടം സൂപ്പർ ഹിറ്റായി പോയത് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അങ്ങനെ ആ ഷൂട്ട് തീരുന്നവരെ ആ പുള്ളി എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരുന്നു ആ സ്ഥലത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി ഡ്രമാറ്റിക് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു പടമായിരുന്നു. MJ രാധാകൃഷ്ണൻ, ഞാൻ മുമ്പേ പറഞ്ഞ MJ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ആ പടത്തിൻ്റെ ക്യാമറ ചെയ്തത്. കണ്ണീര് കൂടുതൽ പല സ്ഥലത്തിനും സ്ത്രീകളുടെ വളരെ ബേസിക് ഇമോഷൻസിനെയൊക്കെ ടച്ച് ചെയ്തു പോകുന്ന കഥയായിരുന്നു. വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ആ കഥയിൽ, ആ സിനിമയിൽ ഗർഭിണിയായ മരുമകളെ അമ്മായിയമ്മ പുഴയിലേക്ക് തള്ളിവിടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ, മീനു ചേച്ചിയാണ് തുണി അങ്ങോട്ട് ഇട്ടിട്ടാ, നീ അത് പോയി എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ അവർക്കറിയാം അവിടെ ആഴക്കൂട്ടിലാന്ന്. അവിടെ ഈ ഉർവശി തുണി എടുക്കാൻ പോവുകയും അവർ സ്ലിപ്പായിട്ട് താഴോട്ട് വെള്ളത്തിലേക്ക് പോവുകയും, ഭയങ്കരമായിട്ട് അവർ ഗർഭിണിയാണ്, പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന സ്ത്രീ, അവർ സ്ട്രഗിൾ ചെയ്യുകയും ഈ തള്ള ഇവിടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ രക്ഷിക്കാൻ മുതിരുന്നില്ല. അവർ താന്നു പോട്ടെ എന്ന് വെച്ചിട്ട് ഇവരിവിടെ നോക്കി നിൽക്കുകയും, അതുവഴി വള്ളത്തിൽ പോയ ഒരാൾ പെട്ടെന്ന് ചാടി അവരെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ നന്നായിട്ട് എടുക്കേണ്ട ഒരു എപ്പിസോഡാണ്. ഈ കഷ്ടകാലത്തിന് രാവിലെ മുതൽ മഴ. അവിടെ ചെന്നിറങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാരതപ്പുഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ക്യാമറ വെക്കാം, ഒരു മൺതിട്ട കാണും, ഈസി അല്ലേ. ഇപ്പോൾ എറണാകുളത്തെ നദികളിൽ നിന്ന് നമ്മൾ സൗത്തിലേക്ക് വരുമ്പോൾ നദികളെന്ന് പറയുന്നതെല്ലാം നദികൾക്ക് വീതി കുറവായിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് അങ്ങനെ നിന്ന് കരയ്ക്ക് അങ്ങനെ ക്യാമറ വെക്കാനുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അവിടെ നിന്നോ മതിലോ, സിറ്റിക്കകത്തൂടെ പോകുന്ന അവിടുത്തെ ഏതോ ഒരു സ്ഥലത്താണ് പോയി നോക്കിയാൽ മതിലും കാടും ഒക്കെയാണ്. അവിടെ ക്യാമറ വെക്കാനേ പറ്റത്തില്ല. മഴയാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ചെളി മണ്ണ് ഇറക്കിയിട്ടിട്ട്
ഈ മഴയത്ത് ഇത് മൊത്തം അവിടെ എല്ലാം ആയി, നടക്കാനും മേല, ഒന്നും മേല, വേറെ സ്ഥലവും കിട്ടാനില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഷൂട്ട് ചെയ്യാൻ? ഷൂട്ട് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അന്ന് ആർക്കോ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്തോ തിരക്കുകളാണ്. ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ വിചാരിച്ചത് ദൈവമേ, കയ്യിൽ നിന്ന് പോയി സീന്. എത്ര നന്നായിട്ട് എടുക്കേണ്ട സീനായിരുന്നു, കയ്യിൽ നിന്ന് പോയി, ഒന്നും എടുക്കാനും പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ആണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവർ നനച്ചുകൊണ്ടിരിക്കുന്നു, തുണി ഒഴുകി പോകുന്നു, അവരിറങ്ങിയെടുക്കുന്നു, അവർ വെള്ളത്തിൽ താന്നു പോകുന്നു. അതുവഴി പോയ ഒരു വള്ളക്കാരൻ ചാടുന്നു, അതുവരെയാണ് വേണ്ടത്. അങ്ങനെ ഒരു വള്ളം പറഞ്ഞു വിടാനൊന്നും കറക്റ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവർ വീഴുമ്പം ഈ വള്ളക്കാരൻ ചാടി ഒരു വിധത്തിൽ ഷൂട്ട് ചെയ്ത് തീർത്തു. ഞാൻ വിചാരിച്ചത് തെറിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ തിയേറ്ററിൽ ഈ ശ്രീധനം എന്ന് പറഞ്ഞ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി തിയേറ്ററിൽ ഓടിയ പടമാണ്. 150 ദിവസത്തിൽ കൂടുതൽ ഓടിയ ആ പടം. കവിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിച്ച് പെണ്ണുങ്ങൾ കയറിയ പടമാണ്. എന്നുവെച്ചാൽ ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാരും എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പർ ക്ലാസ്സും ഫുള്ളായിട്ട് വായിച്ച് ഇത് റിലീസിനും അവിടെ നോവൽ തീരുന്നതിന് 3 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ പടം റിലീസ് ചെയ്തു. അങ്ങനെയാണ് ഈ പടം വരുന്നത്. അപ്പോൾ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഈ തിയേറ്ററിൽ ഇങ്ങനെ ആഞ്ഞു പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവരെ ക്യാരി ചെയ്ത് പോകുന്നുണ്ടെന്ന് നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചു ആ സീൻ വരിക, അത് തെറിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ഈ വള്ളത്തിൽ നിന്ന് ഇവർ മുങ്ങുകയും ഈ വള്ളത്തിൽ നിന്ന് ഈ പയ്യൻ ചാടുകയും ചെയ്തപ്പോഴത്തേക്ക് ഓൾ തിയേറ്റർ ക്ലാപ്പ് ചെയ്തു. തിയേറ്റർ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചമുണ്ടാകുന്ന രീതിയിൽ ക്ലാപ്പ് ചെയ്തു. ഫുൾ തിയേറ്റർ, ഒരാളല്ല ക്ലാപ്പ് ചെയ്യുന്നത്, ചെറിയൊരു ഗ്രൂപ്പും അല്ല ക്ലാപ്പ് ചെയ്യുന്നത്, ഓൾ തിയേറ്റർ ക്ലാപ്പ് ചെയ്യുക. അത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സിനിമാ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പാഠമാണ്. ഒരു നല്ല കണ്ടൻറ്റ് സിനിമയിലുണ്ടെങ്കിൽ കണ്ടൻറ്റ് നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വളരെ ഈസി ആയിട്ട്. ഏത് കല്യാണം എടുക്കുന്ന ഒരാളെ കൊണ്ട് ഒരു നല്ല കണ്ടൻറ്റ് എടുപ്പിച്ച് കൊടുത്താലും ആ സാധനം നന്നായിട്ട് കൺവേ ചെയ്യുകയാണെങ്കിൽ അത് ആൾക്കാർ കാണും, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നതിന് വളരെ ഉദാഹരണമാണ് ശ്രീധനം എന്നുള്ള സിനിമയും ശ്രീധനം എന്നുള്ള സിനിമയിലെ ആ എപ്പിസോഡും. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങളാണ് അതെല്ലാം. കുടുംബവിശേഷം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തൊരു സിനിമയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം കുടുംബവിശേഷം എന്നുള്ള സിനിമ എഴുതിയത് ജെ പള്ളാശ്ശേരിയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള 2 പ്രൊഡ്യൂസേഴ്സ്, ഹബീബും ഒരു അബ്ദുൽ ഖാദറും ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് വന്നൊരു ചെറിയ സിനിമ ചെയ്യണം അവർക്ക്. ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകളൊന്നും വേണ്ട പറഞ്ഞു. അപ്പം പല കഥകൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് പള്ളാശ്ശേരി പറഞ്ഞിങ്ങനെ വിഷുവിൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്, അത് പ്രായമായവരാണ് അതിൻ്റെ ഹീറോയിൻ എന്ന് പറഞ്ഞു. അപ്പം അതുവരെ സിനിമകളിൽ ആ നടന്നുപോയ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് എല്ലാം ചെറുപ്പക്കാരാണല്ലോ. ഹീറോയിൻസ് എന്ന് പറഞ്ഞ് വരുന്ന എല്ലാം ചെറുപ്പക്കാരുടെ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞ് ചെറുപ്പക്കാരല്ല, ഇവർ അച്ഛനും അമ്മയുമാണ് 2 ക്യാരക്ടേഴ്സ്. അങ്ങനെയുള്ളൊരു കഥയാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വളരെ അതിൻ്റെ ഒരു എലിമെൻ്റ് പറഞ്ഞു, വളരെ നന്നായിട്ട് തോന്നി. അപ്പം അത് ആ എലിമെൻ്റ് മാത്രം നമുക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് പുതിയ ഒരു മലയാളിത്തം ഉണ്ടാക്കി അതൊരു സിനിമയാക്കാൻ പറ്റും എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ തിലകനെയും കവിയൂർ പൊന്നമ്മയും കാസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ലൊക്കേഷൻ വേണം. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവർ 2 പേരും താമസിക്കുന്ന വീടിൻ്റെ അടുത്തെല്ലാം പല മതസ്ഥരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു അഗ്രഹാരം മാതിരി ഇരിക്കുന്ന സ്ഥലം വേണം. പക്ഷെ അഗ്രഹാരം വേണ്ടതാനും വീടിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ ആവരുത്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, നമുക്ക് മംഗലാപുരത്ത് ഒത്തിരി സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ആ ഏരിയയിലൊന്നും തപ്പിയാലോ എന്ന് ചോദിച്ചു. നമുക്കിപ്പോൾ പറഞ്ഞു നമുക്ക് എന്തിനും ലൊക്കേഷൻ നോക്കൽ വളരെ സുഖപ്രദമായ ഒരു സമയമാണ് ലൊക്കേഷൻ നോക്കൽ എന്ന് പറയുന്നത്. ഒരു കഥയായി കഴിഞ്ഞാൽ കഥയുടെ ഒരു എലിമെൻറ്റേ ഉള്ളൂ. അങ്ങനെ ഞാനും ബാബുവും ആൽവിൻ ആൻ്റണി എൻ്റെ പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഹബീബ്, ഹബീബാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു അംബാസഡർ കാറിൽ നേരെ ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോയി.
മംഗലാപുരത്ത് അവിടെയൊക്കെ അരിച്ചു പെറുക്കി നോക്കിയിട്ടും അത്ര ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടിയില്ല. അവിടെ നിന്ന് നമ്മൾ ആരോ പറഞ്ഞു മൈസൂർ എത്ര സ്ഥലങ്ങളുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞു. നേരെ നമ്മൾ മൈസൂരേക്ക് പോയി. മൈസൂരേക്ക് പോകുന്ന വഴിക്കാണ് സംഭവം. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ മുതുമല ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ആൾക്കാർ വന്ന് പോകണ്ട, രാത്രിയിൽ ആ മുതുമല ഫോറസ്റ്റ് വീരപ്പനൊക്കെ അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അതുവഴി പോകണ്ട എന്ന് പറഞ്ഞു. അതിനെന്ത്, നമ്മളാണെങ്കിലല്ലേ ഇത്രയും പേര് അതുവഴി പോകുന്നതിന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതുമാതിരിയുള്ള റെസ്ട്രിക്ഷനും ഇല്ല, 6 മണിക്ക് ക്രോസ് ചെയ്യണം അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ആ സമയത്തില്ല. അങ്ങനെ ഒരു 12-1 മണിയോടെ ഈ മുതുമല ഫോറസ്റ്റിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ എവിടെ നിന്നറിയാതെ പെട്ടെന്ന് ഇതിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. പക്ഷേ യസീബ് ചവിട്ടാൻ പറ്റാത്തതുകൊണ്ട് ഈ സൈഡിൽ കൂടെ വണ്ടി എടുത്ത് മുമ്പോട്ട് പോയി. ഇവന്മാരവിടെ കിടന്ന ഒരു ബാക്കിലെ ഓട്ടോറിക്ഷയിൽ അവരെന്തോ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പം എന്നിട്ട് ഇതിൻ്റെ പുറകെ വരികയാണ് ഓട്ടോ. അപ്പോൾ നമ്മൾ ഒരു നിർത്തട്ടെ വിട്ടോ എന്ന് പറഞ്ഞത് എന്താണെന്നറിയത്തില്ലല്ലോ. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അത് ഒരു ഓട്ടോറിക്ഷയല്ല, ഒരു 6 ഓട്ടോറിക്ഷ നമ്മളെ ഭയങ്കരമായിട്ട് ചെയ്സ് ചെയ്യുകയാണ് ഈ 2 സൈഡിൽ കൂടെ. നമുക്ക് രാത്രി വഴിയറിയാൻ മേലാത്ത ഒരു ഏരിയയല്ലേ. ഓസീബാണെ കത്തിച്ച് വിടുന്നു, ഇവരതിൻ്റെ പുറകെ. എന്തിനാണ് ഇവർ നമ്മളെ പിടിക്കാൻ പോകുന്നതെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതോ ഇവരാരാണെന്നോ നമുക്കറിയത്തില്ല. ഒരു ഏകദേശം 45 മണിക്കൂറോളമുള്ള ഒരു ചെയ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ ഏതോ ഒരു ജംഗ്ഷനിൽ, ലൈറ്റൊക്കെ ഉള്ള ഒരു ജംഗ്ഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പതുക്കെ ബാക്ക് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്തു. ഇപ്പോഴും നമുക്കറിയത്തില്ല ഇവരാരായിരുന്നു, എന്തായിരുന്നു, അവർ നമ്മളെ കൊല്ലാനാണോ കൊണ്ടുപോകാനാണോ തട്ടിക്കൊണ്ട് പോകാനാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ മൈസൂർ നോക്കി ലൊക്കേഷൻ, അവിടെ കിട്ടാതെ നേരെ ഊട്ടി നോക്കി, ഊട്ടിയിലും കിട്ടിയില്ല. അപ്പം എനിക്ക് സജിയെ ഒന്ന് കാണാമായിരുന്നു. സജിയെ കാണാൻ വേണ്ടി ഞാൻ കോട്ടയത്തെത്തി. അപ്പോൾ കോട്ടയത്ത് സജി പോയിരിക്കുന്ന താഴത്തങ്ങാടിയിലൊരു പള്ളിയിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ താഴത്തങ്ങാടി പള്ളിയുടെ താഴെ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ പള്ളിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ആ വഴി ഇറങ്ങിപ്പോകുന്ന ഒരു സ്റ്റെപ്പാണ്. ഞാൻ പതുക്കെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ മംഗലാപുരം മുതൽ മൈസൂർ കറങ്ങി മറ്റേ വീരപ്പൻ്റെ വായിലും കൂടെയൊക്കെ തള്ളി കയറി വന്ന് ഊട്ടിയിലും പോയി തിരിച്ച് കോഴിക്കോട്ടെത്തിയെന്ന് നോക്കുമ്പോൾ ഞാൻ അന്വേഷിച്ച് നടന്ന അതേ ലൊക്കേഷൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി തീരുന്നിടത്ത് സ്റ്റെപ്പ് ഇറങ്ങി അപ്പുറം ഇപ്പുറം വീടുകൾ, ഒരു പ്ലെയിൻ ലാൻഡ് വരുമ്പോൾ വീടുകൾ ഇറങ്ങി പിന്നെയും സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോഴത്തേക്ക് കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് നിൽക്കുന്നത്. അതൊരു എക്സാക്റ്റ് സ്ഥലമായിരുന്നു. ആ സിനിമയുടെ കഥ പറയാൻ വേണ്ടി ഒരു കറക്റ്റ് സ്ഥലമായിരുന്നു ആ താഴത്തങ്ങാടിയിലെ, കോട്ടയം താഴത്തങ്ങാടിയിലെ ആ സ്ഥലമെന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ആ സിനിമയുടെ മൊത്തം ഷൂട്ടിങ്ങുകൾ നടന്നത്. നമ്മൾ പൊന്നമ്മ ചേച്ചിക്ക് അസുഖമെന്ന് പറഞ്ഞ് പൊന്നമ്മ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഇതോടെ മറ്റൊരു ഭയങ്കര ടെൻഷനായെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ്. ഒരു വലിയ ഗ്രൂപ്പാണ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അവർ ഇവിടെ വന്നിരിക്കുന്നു, ഹോസ്പിറ്റലിൽ വരുന്നു, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചില്ല, പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല, BP ഒക്കെ ഒത്തിരി കൂടുതലാന്ന് പറയിച്ചു. അവർ ഭയങ്കര പ്രഷറായി. അവരൊരു സ്ഥലത്ത് പ്രഷർ, നമ്മൾ വേറൊരു സ്ഥലത്ത് പ്രഷർ. ഒരു അസുഖവും ഇല്ലായിരുന്ന പൊന്നമ്മ ചേച്ചിക്ക് പക്ഷേ അസുഖം വന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രഷറിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് അവർ പാനിക്കായിപ്പോയി മൊത്തത്തിൽ. അവർ ബെഡ്രിഡനായിപ്പോയ ഒരവസ്ഥയിലേക്ക്, അസുഖം വന്നൊരവസ്ഥയിലേക്ക് എത്തി മൊത്തം കാര്യങ്ങൾ.